സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാത്ത നാടായി കേരളം മാറുകയാണോ? ഓരോ ദിവസവും പുറത്തുവരുന്ന വാർത്തകൾ കേട്ടാൽ പെൺകുട്ടികളും യുവതികളുമൊക്കെ പുറത്തിറങ്ങാൻ തന്നെ ഭയപ്പെടും എന്നു കരുതി സ്വന്തം വീട്ടിൽ നിന്നാലും സ്ത്രീകൾക്ക് രക്ഷയില്ലാത്ത അവസ്ഥയാണ്. മലപ്പുറം തിരൂരിൽ വീട്ടമ്മയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത് വീട്ടിൽ അതിക്രമിച്ചു കയറിയ യുവാവാണ്. തിരൂരിൽ മറ്റൊരു യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിലായതും ഇതേ ദിവസമാണ്. കൊച്ചി വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ച കേസിന്റെയും ചുരുളഴിയുന്നു. ഈ സംഭവങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കൊച്ചി വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവറെ ക്രൂരമായി ആക്രമിച്ച സംഭവത്തിൽ 24 മണിക്കൂർ പിന്നിടും മുൻപേ കേസിന്റെ ചുരുളഴിഞ്ഞിരിക്കുന്നു. ഓട്ടോ ഡ്രൈവർ ജയയെ മർദ്ദിച്ചതിന് പിന്നിൽ കൊട്ടേഷൻ എന്ന് വ്യക്തമായി. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ജയയുടെ ബന്ധു പ്രിയങ്ക, ഭർത്താവ് സജീഷ് എന്നിവരാണ് കൊട്ടേഷൻ നൽകിയത്. ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിന് ശേഷം മുങ്ങിയ അക്രമി സംഘത്തിലെ 3 പേർ ഉടൻ പിടിയിലാകുമെന്നാണ് സൂചന. ജയയെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഓട്ടം വിളിച്ചു കൊണ്ടുപോയി ക്രൂരമായി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവർ ജയയെ അതിക്രൂരമായി ആക്രമിച്ച കേസിലാണ് പിതൃ സഹോദരി പ്രിയങ്കയെയും ഭർത്താവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രിയങ്കയും രണ്ടാം ഭർത്താവ് സജീഷും ചേർന്നാണ് അക്രമത്തിനു വേണ്ടി കൊട്ടേഷൻ നൽകിയതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. പ്രിയങ്കയുടെ ആദ്യ വിവാഹത്തിലെ കുട്ടികളെ സജീഷ് ഉപദ്രവിക്കുന്നത് പതിവായിരുന്നു. സജീഷിന്റെ ഉപദ്രവം പേടിച്ച് കുട്ടികൾ പതിവായി ജയയുടെ വീട്ടിലെത്തും. കുട്ടികളെ ഉപദ്രവിക്കുന്നതിൽ ജയ ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ചതാണ് പ്രധാന വൈരാഗ്യത്തിന്റെ കാരണം. ഇതോടെയാണ് ജയക്കെതിരെ കൊട്ടേഷൻ നൽകാൻ പ്രിയങ്കയും സജീഷും തീരുമാനിച്ചത്. ജയയെ ആക്രമിച്ച കൊട്ടേഷൻ സംഘത്തിലെ ആളുകളെക്കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റും വൈകാതെ രേഖപ്പെടുത്തുമെന്നാണ് സൂചന. സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംഭവം ഗൗരവമുള്ളതാണെന്നും സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. സ്ത്രീകൾക്ക് ഏത് മേഖലയിലാണെങ്കിലും ജോലി ചെയ്ത് അന്തസ്സോടെ ജീവിക്കാൻ, സുരക്ഷിതമായി ജോലിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉറപ്പുവരുത്താൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ജാഗ്രത ഉണ്ടാവണം. ഈ കേസിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അന്വേഷണം തുടരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് വനിതാ കമ്മീഷൻ സ്വമേധയാ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ജില്ലാ പോലീസ് റൂറൽ SP-യോട് ഞങ്ങൾ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ കഴിയുന്ന ജയയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. ന്യൂസ് 18 കൊച്ചി. സ്വന്തം വീട്ടിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ലാത്ത കാലമാണ്. വീട്ടിൽ അതിക്രമിച്ചു കയറി പട്ടാപ്പകൽ പോലും ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നു. മലപ്പുറം തിരൂരിൽ വീട്ടിൽ കയറി യുവതിയോട് ലൈംഗിക അതിക്രമം നടത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പരപ്പനങ്ങാടി സ്വദേശിയും ചിറമംഗലത്ത് താമസക്കാരനുമായ ഷെഫീഖിനെ തിരിച്ചറിഞ്ഞത് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ്. സമാനമായ മറ്റൊരു കേസിലെ പ്രതിയെയും തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ തലക്കടത്തൂർ സ്വദേശി അബ്ദുൽ ഹമീദാണ് പിടിയിലായത്. ഏപ്രിൽ 23-ന് യുവതി താമസിക്കുന്ന കോലുപാലത്തെ വീട്ടിൽ ലൈംഗിക ഉദ്ദേശത്തോടെ അതിക്രമിച്ചു കയറി അപമര്യാദയായി പെരുമാറിയെന്ന കേസിലാണ് പരപ്പനങ്ങാടി സ്വദേശി കളത്തിങ്ങൽ ഷഫീഖ് പിടിയിലായത്. യുവതി ബഹളം വച്ചതിനെ തുടർന്ന് പ്രതി സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. യുവതിയുടെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ CCTV ദൃശ്യങ്ങളിൽ നിന്നുമാണ് ഷഫീഖിനെ തിരിച്ചറിഞ്ഞത്. കഴിഞ്ഞ ദിവസം ചിറമംഗലത്തെ വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
മറ്റൊരു യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിലാണ് തലക്കടത്തൂർ സ്വദേശി അബ്ദുൾ ഹമീദ അറസ്റ്റിലായത്. കഴിഞ്ഞ വർഷം യുവതിയുമായി പരിചയത്തിലായ പ്രതി വിവാഹം കഴിക്കാൻ താൽപര്യം പറഞ്ഞ് ബന്ധം സ്ഥാപിക്കുകയായിരുന്നു. തുടർന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് യുവതിയിൽ നിന്ന് സ്വർണവും പണവും കൈക്കലാക്കുകയും ചെയ്തെന്നാണ് പരാതി. തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. ദാമ്പത്യ പ്രശ്നങ്ങളെ തുടർന്ന് കേരളത്തിലെ പല വീടുകളും ഇപ്പോൾ ചോരക്കളമാവുകയാണ്. കൂട്ടക്കൊലപാതകവും ആത്മഹത്യയും നിരവധി കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തുന്നുണ്ട്. എറണാകുളം വടക്കൻ പറവൂരിൽ യുവാവിന്റെ മരണവും കുടുംബ പ്രശ്നത്തെ തുടർന്നുള്ള കൊലപാതകമാണ്. വൈപ്പിൻ സ്വദേശി സിബിനെ വാക്കുതർക്കത്തിനിടെ ഭാര്യ കത്രിക കൊണ്ട് കുത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ യുവാവ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. സംഭവത്തിൽ ഭാര്യ രമണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ മാസം 2-നാണ് പറവൂർ കുഞ്ഞിത്തയിലെ വാടക വീട്ടിൽ വെച്ച സിബിന് വയറ്റിൽ കത്രിക കൊണ്ട് കുത്തേൽക്കുന്നത്. തന്നോടുള്ള ദേഷ്യത്തിൽ സിബിൻ ഭിത്തിയിലേക്ക് എറിഞ്ഞ കത്രിക താഴേക്ക് വന്ന് വയറ്റിൽ കുത്തിക്കയറിയെന്നാണ് രമണി ബന്ധുക്കളോട് പറഞ്ഞത്. ആദ്യം പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സിബിനെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇവിടെ ചികിത്സയിലിരിക്കെയാണ് മരണം. സംഭവത്തിൽ സംശയം തോന്നിയ സിബിന്റെ അമ്മയാണ് പോലീസിൽ പരാതി നൽകിയത്. വിശദമായ അന്വേഷണത്തിൽ മരണം കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: സിബിനും രമണിയും തമ്മിൽ നിരന്തരം വഴക്കുണ്ടാകാറുണ്ടായിരുന്നു. സംഭവ ദിവസം ഉച്ചയോടെ വീട്ടിലെത്തിയ സിബിൻ രമണിയുമായി വാക്കുതർക്കമുണ്ടായി. അതിനിടെ കയ്യിൽ കിട്ടിയ കത്രികയെടുത്ത് ഇയാൾ ഭാര്യയെ ആക്രമിക്കാനൊരുങ്ങി. രമണി മുറിയിൽ കയറി വാതിലടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും സിബിൻ വാതിൽ തള്ളി തുറന്നു. ഇതിനിടെ കത്രിക തട്ടിയെടുത്ത രമണി പ്രാണരക്ഷാർത്ഥം സിബിന്റെ വയറ്റിൽ ആഞ്ഞു കുത്തുകയായിരുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് രമണിക്കെതിരെ വടക്കേക്കര പോലീസ് കേസെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊച്ചി. ഇടുക്കി മാങ്കുളത്ത് പിതാവിനെ മകൻ കൊലപ്പെടുത്തിയ കേസിൽ പുറത്തുവരുന്നത് കേട്ടാൽ ഭയമുളവാക്കുന്ന കാര്യങ്ങളാണ്. പിതാവ് തങ്കച്ചനെ പ്രതി ബിബിൻ വാക്കത്തി ഉപയോഗിച്ച് തലക്കടിച്ച ശേഷം വെട്ടുകത്തി കൊണ്ട് വെട്ടി. മരിച്ചെന്ന് കരുതി ദേഹത്ത് പ്ലാസ്റ്റിക് കവറുകളും പുതപ്പും പായയും ഇട്ട ശേഷം പെട്രോളും ഡീസലും ഒഴിച്ച് തീയിട്ടു. ദേഹത്ത് തീ പടർന്നതോടെ പിതാവ് വേദനയിൽ പിടയുന്നത് മതിവരുവോളം ആസ്വദിച്ച പ്രതി മരണം ഉറപ്പാക്കിയതോടെയാണ് വീട് വിട്ടിറങ്ങിയത്. പണം കൊടുക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അരുൺ കൊലയിൽ കലാശിച്ചത്. തങ്കച്ചന്റെ രണ്ടാം വിവാഹത്തിലെ മകനാണ് ബിബിൻ. ആദ്യ ഭാര്യയിൽ ഇയാൾക്ക് 2 കുട്ടികളാണുള്ളത്. ഭാര്യ പിണങ്ങിപ്പോയതോടെയാണ് മറ്റൊരു വിവാഹം കഴിച്ചത്. ഏറെ നാളുകളായി മാങ്കുളത്തെ 31 എന്ന ഭാഗത്ത് മകൻ ബിബിനുമായാണ് തങ്കച്ചൻ കഴിഞ്ഞിരുന്നത്. മദ്യപാനിയായ ബിബിൻ പലപ്പോഴും പിതാവിനെ മർദ്ദിച്ചിരുന്നു. പണമാവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം. ഞായറാഴ്ച രാത്രിയിലും പതിവ് പോലെ ബിബിൻ പണമാവശ്യപ്പെട്ട് തങ്കച്ചനെ ആക്രമിച്ചു. പണമില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞതോടെയാണ് പിതാവിനെ കൊല്ലാൻ ബിബിൻ തീരുമാനിച്ചതെന്ന് പോലീസ് പറയുന്നു. കയ്യിൽ കിട്ടിയ വെട്ടുകത്തി ഉപയോഗിച്ച് ആദ്യം തലക്കടിച്ചു, പിന്നീട് താടിയിൽ വെട്ടി. ഇതോടെ തങ്കച്ചന്റെ ബോധം നഷ്ടമായി. താഴെ വീണുകിടന്ന പിതാവിന്റെ ദേഹത്ത് മരണമുറപ്പാക്കാൻ പ്ലാസ്റ്റിക് കവറുകളും പായും പുതപ്പും എടുത്തിട്ട ശേഷം വീട്ടിലുണ്ടായിരുന്ന പെട്രോളും ഡീസലും ഉപയോഗിച്ച് തീയിട്ടു. ദേഹത്ത് തീ പടർന്നതോടെ എളിപിരി കൊണ്ട് പിടയുന്ന പിതാവിന്റെ മരണം അവിടെ നിന്ന് കണ്ട് ആസ്വദിച്ച ശേഷമാണ് ബിബിൻ മടങ്ങിയതെന്നും പോലീസ് പറഞ്ഞു. ഈ തങ്കച്ചനോട്, തൻ്റെ പിതാവായ തങ്കച്ചനോട് പണവും സ്വർണവും ചോദിച്ച് ആവശ്യപ്പെട്ട് കൊടുക്കാത്തതുള്ള തർക്കത്തെ തുടർന്നാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത്. തങ്കച്ചന്റെ കൊലപാതകം പുറംലോകമറിയുന്നത് ചൊവ്വാഴ്ച രാവിലെയാണ്. സമീപത്തെ പറമ്പിൽ പണിക്കായി എത്തിയ സുഹൃത്ത് മുരുകൻ തങ്കച്ചനെ തേടി വീട്ടിലെത്തി.
അപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിലുള്ള മൃതദേഹം കണ്ടത്. മൂന്നാർ CI രാജൻ കെ അരമനയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ പരിശോധനയിൽ തന്നെ മരണം കൊലപാതകമെന്ന് മനസ്സിലായി. പ്രതി മൊബൈൽ ഓഫ് ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം രാത്രിയോടെ മാങ്കുളത്തു നിന്നും പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. ഒരു ചെറിയ കുറ്റമെങ്കിലും ചെയ്താൽ കുറ്റബോധം നമ്മളെ വേട്ടയാടും. ഒരിക്കലും പൊറുക്കാനാകാത്ത തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ജീവിക്കേണ്ട എന്ന് തന്നെ തോന്നിപ്പോകും. ഇടുക്കി തൊടുപുഴയിൽ 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച രണ്ടാനച്ഛന് അയാൾ ചെയ്ത തെറ്റിനെ കുറിച്ച് മനസ്സിലായത് പോലീസിന്റെ പിടിയിലായപ്പോഴാണ്. പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പ്രതി ആത്മഹത്യാശ്രമം നടത്തി. 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച രണ്ടാനച്ഛനാണ് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. പ്രതി തൊടുപുഴ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഉച്ചയോടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച രണ്ടാനച്ഛനാണ് കൈമുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. വീട്ടിൽ ലൈംഗിക ചൂഷണത്തിനിരയായെന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. 1 വർഷം മുൻപ് കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തിരുന്നു. പിന്നീട് അമ്മയുടെ ആവശ്യപ്രകാരം വീട്ടിലേക്ക് മടങ്ങിയ കുട്ടി വീണ്ടും മാനസിക പ്രശ്നങ്ങൾ കാട്ടിയതോടെ നടത്തിയ കൗൺസിലിംഗിലാണ് പീഡന വിവരം വെളിപ്പെടുത്തിയത്. തുടർന്ന് മാതാവ് CWCയിൽ പരാതി നൽകി. ഇവരുടെ നിർദ്ദേശപ്രകാരം കേസെടുത്ത പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വൈദ്യപരിശോധനയ്ക്കിടെ നെഞ്ചുവേദനയുണ്ടായ പ്രതിയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിനിടെയായിരുന്നു ആത്മഹത്യാശ്രമം. പ്രതിയെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ലെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 തൊടുപുഴ. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിന്നുള്ള നടുക്കുന്നൊരു വാർത്തയാണിനി. 300 കോടി രൂപയുടെ സ്വത്ത് കൈക്കലാക്കാനായി 82കാരനെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയത് മരുമകൾ. നാഗ്പൂർ സ്വദേശിയായ പുരുഷോത്തം പുട്ടേവാർ കാറിടിച്ച് മരിച്ച സംഭവമാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. കേസിൽ ഇദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യയായ അർച്ചന അടക്കമുള്ളവർ അറസ്റ്റിലായി. നാഗ്പൂരിലെ സർക്കാർ ഉദ്യോഗസ്ഥയാണ് കൊലക്കേസിൽ പിടിയിലായ അർച്ചന. ഇവർക്ക് പുറമെ കൊട്ടേഷൻ സംഘങ്ങളും അർച്ചനയെ സഹായിച്ച ഉന്നത ഉദ്യോഗസ്ഥനുമടക്കം പിടിയിലായിട്ടുണ്ട്. കഴിഞ്ഞ മാസം 22-ന് നാഗ്പൂരിലെ ബാലാജി നഗറിൽ വെച്ചാണ് വ്യാപാരിയായ പുരുഷോത്തം പുട്ടേവാർ കാറിടിച്ചു മരിച്ചത്. സാധാരണ രീതിയിലുള്ള അപകടമാണെന്നായിരുന്നു ആദ്യം പോലീസിന്റെ കണ്ടെത്തൽ. തുടർന്ന് കാർ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചപ്പോൾ അപകടം സംബന്ധിച്ചുണ്ടായ സംശയങ്ങളാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. മരുമകളായ അർച്ചന നൽകിയ കൊട്ടേഷൻ പ്രകാരമാണ് കൊലപാതകമെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. പുരുഷോത്തമിന്റെ മകനും ഡോക്ടറുമായ മനീഷിന്റെ ഭാര്യയാണ് അർച്ചന. പുരുഷോത്തമിന്റെ പേരിലുള്ള 300 കോടി രൂപയുടെ സ്വത്തിന്റെ അനന്തരാവകാശി ആരാണെന്നതിനെ ചൊല്ലി കുടുംബത്തിൽ തർക്കം നിലനിന്നിരുന്നു. സ്വത്ത് സ്വന്തമാക്കാനായാണ് അർച്ചന കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് പറയുന്നു. അർച്ചനയ്ക്ക് പുറമെ കൊട്ടേഷൻ സംഘത്തലവന്മാരായ സച്ചിൻ ധർമ്മികിനെയും കാർ ഓടിച്ച നീരജിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അർച്ചനയുടെ ഭർത്താവിന്റെ ഡ്രൈവറായ സർത്തക് ബാഗ്ഡെ ഒളിവിലാണ്. ഇയാളാണ് കൊട്ടേഷൻ സംഘത്തെ ഏർപ്പാടാക്കി കൊടുത്തതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേസിൽ അർച്ചനയെ സഹായിച്ച MSME ഡയറക്ടർ പ്രശാന്ത് ബർലേവാറും അറസ്റ്റിലായതോടെ പുരുഷോത്തം കൊലപാതകം ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുകയാണ്. ഗഡ്ചിറോളിയിൽ ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് ഡയറക്ടറാണ് അർച്ചന. 1 കോടി രൂപയാണ് കൊട്ടേഷൻ സംഘത്തിന് ഇവർ വാഗ്ദാനം ചെയ്തിരുന്നത്. മുൻകൂറായി 3 ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും നൽകിയിരുന്നു. ഈ പണവും ആഭരണങ്ങളും പോലീസ് പ്രതികളുടെ വീടുകളിൽ നിന്ന് കണ്ടെടുത്തു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ്
ന്യൂസ് 18 നാഗപ്പൂർ. പോലീസ് പട്രോൾ ഇനി പോകുന്നത് മലപ്പുറം തിരൂരിലേക്കാണ്. തിരൂരിൽ ജ്വല്ലറി ജീവനക്കാരനെ ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തി ആക്രമിച്ച് വജ്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്ത കേസിൽ 5 പേർ കൂടി പിടിയിൽ. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന കവർച്ചയിലെ പ്രതികളെയാണ് മലപ്പുറം എടപ്പാളിൽ നിന്നും പിടികൂടിയത്. കേസിൽ നേരത്തെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഒളിവിലുള്ള മറ്റു പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ജ്വല്ലറി ജീവനക്കാരനെ ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തി ആക്രമിച്ച് വജ്രങ്ങളും സ്വർണങ്ങളും തട്ടിയെടുത്ത സംഭവത്തിൽ എടപ്പാളിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. ഇവരിൽ നിന്ന് കോടികൾ വിലമതിക്കുന്ന വജ്രക്കല്ലുകളും സ്വർണ്ണാഭരണങ്ങളും പോലീസ് കണ്ടെടുത്തു. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന കവർച്ചയിലെ 5 പ്രതികളെയാണ് എടപ്പാളിൽ നിന്ന് പിടികൂടിയത്. ഫൈസൽ, നിജാദ്, അഫ്സൽ, സൈദലി, അജിത് എന്നിവരെ കൊല്ലം ഈസ്റ്റ് CI ഹരിലാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം പള്ളിത്തോട്ടം H&C കോളനി നിവാസികളാണ് പിടിയിലായവർ. തൃശൂർ സ്വദേശിയായ വജ്രവ്യാപാരി സുരേഷ് കുമാറിനെ ഡയമണ്ട് വാങ്ങാൻ എന്ന വ്യാജേന കൊല്ലത്തേക്ക് വിളിച്ചു വരുത്തി ആക്രമിച്ച ശേഷം കയ്യിലുണ്ടായിരുന്ന 2 വജ്രങ്ങളും സ്വർണവും തട്ടിയെടുത്ത ഇവർ കടന്നുകളയുകയായിരുന്നു. സംഭവത്തിന് സഹായിച്ച 5 പ്രതികളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. അവരിൽ നിന്ന് ഒരു വജ്രം പിടിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ബാക്കി 6 പ്രതികൾ എടപ്പാടിലുണ്ടെന്ന വിവരത്തെ തുടർന്ന് ചങ്ങരംകുളം പോലീസിന്റെ സഹായത്തോടെ പ്രതികളെ പിടികൂടിയത്. ഇവരിൽ ഒരാൾ പോലീസിനെ കണ്ടതോടെ ഓടി രക്ഷപ്പെട്ടു. ഇയാൾക്കായി അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 തിരൂർ. എവിടെ അനീതിയും ചൂഷണവും ഉണ്ടോ അതിനോട് പ്രതികരിക്കുന്ന ചില മനുഷ്യരെ നമ്മുടെ ഇടയിൽ കാണാൻ കഴിയും. അങ്ങനെ ഒരു വ്യക്തിയാണ് കൊച്ചി കലൂർ സ്വദേശി ആന്റണി ജോയ്. സ്വന്തം മക്കൾ പഠിക്കുന്ന സ്കൂളിലെ ഒരു ക്രമക്കേട് ചൂണ്ടിക്കാണിച്ചതിന് ആന്റണിക്ക് നേരിടേണ്ടി വന്നത് ക്രൂരമർദ്ദനമാണ്. കരണക്കോടം സെന്റ് ജൂഡ് സ്കൂളിൽ വെച്ചാണ് മാനേജറുടെ നിർദ്ദേശപ്രകാരം പുറമെ നിർത്തിയ ഒരു സംഘം മർദ്ദിച്ചതെന്നാണ് PTA പ്രസിഡന്റ് കൂടിയായ ആന്റണി ആരോപിക്കുന്നത്. കരണക്കോടം സെന്റ് ജൂഡ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെയും ഓപ്പൺ ബുക്ക് ലൈബ്രറിയുടെയും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ രാവിലെ എത്തിയതായിരുന്നു PTA പ്രസിഡന്റ് കൂടിയായ ആന്റണി. പരിപാടി കഴിഞ്ഞ ശേഷം ആന്റണി കഴിഞ്ഞ വർഷം സ്കൂളിലെ ചാരിറ്റി പ്രവർത്തനത്തിനായി താൻ സംഭാവന ചെയ്ത തുകയുടെ കാര്യം സ്കൂൾ അധികൃതരോട് ചോദിച്ചു. കഴിഞ്ഞ വർഷം സ്കൂളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 2 കുട്ടികളുടെ വീടിന്റെ ജപ്തി ഒഴിവാക്കാനായി PTA എക്സിക്യൂട്ടീവ് പണം സമാഹരിക്കാൻ തീരുമാനിച്ചിരുന്നു. അതിനായി വിവിധ രക്ഷിതാക്കളിൽ നിന്നായി 2 ലക്ഷത്തോളം രൂപ സമാഹരിക്കുകയും ചെയ്തു. എന്നാൽ ഈ തുക കൈമാറിയോ എന്ന കാര്യം വൈസ് പ്രിൻസിപ്പലിനോട് ചോദിച്ചപ്പോഴായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. സ്കൂളിലെ ഗവേണിംഗ് ബോഡി അംഗവും പുറമെ നിന്നെത്തിയ 4 പേരും ചേർന്ന് തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ആന്റണി പറയുന്നു. മാനേജർ അച്ഛൻ്റെ ഇൻസ്റ്റിഗേഷൻ കാരണമാണ് ബാക്കിയുള്ളവർ വന്ന് അത് അവർ പറയുന്നത് അവർ ഗവേണിംഗ് ബോഡിയിലെ ആൾക്കാരാണെന്നാണ് പറയുന്നത്. പക്ഷെ കണ്ടതിൽ 2-3 പേര് എനിക്ക് പരിചയമുണ്ട്. പക്ഷെ ബാക്കി ആരെയും എനിക്ക് പരിചയമില്ല. എന്നെ അടിച്ചത് ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഈ പറഞ്ഞ എനിക്ക് അറിയാവുന്ന 2-3 പേര് എൻ്റെ കൈ പിടിച്ചു, എന്നെ ബലമായിട്ട് പിടിച്ചു നിർത്തി. എന്നിട്ടാണ് ബാക്കിയുള്ളവർ ഒച്ചയിൽ എന്നോട് പെരുമാറിയത്. ആന്റണിയെ സംഘം ചേർന്ന് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പിന്നാലെ പോലീസ് എത്തിയെങ്കിലും അക്രമികൾക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെന്നും ആരോപണമുണ്ട്. പാലാരിട്ടം പോലീസ് സ്റ്റേഷൻ SI അവിടെ ഉണ്ടായിരുന്നു. പുള്ളി ഇന്റർവ്യൂയും ചെയ്തു. എന്നെ അടിച്ചത് പുള്ളി കണ്ടാന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എന്നാലും SIയും SIയുടെ സബോർഡിനേറ്റും കൂടെ എന്നെ അവിടുന്ന് ഫോഴ്സ്ഫുള്ളി പുറത്തേക്ക് എന്നോട് പോകാൻ പറഞ്ഞു. ഇനി ക്യാമ്പസിൽ നിൽക്കരുതെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി. സംഭവത്തിന് ശേഷം ആശുപത്രിയിൽ ചികിത്സ തേടിയ ആന്റണി തന്നെ ആക്രമിച്ചവർക്കെതിരെ പാലാരിവട്ടം പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ആലപ്പുഴയിൽ വ്യവസായിയെ തോക്കു ചൂണ്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലേക്കാണിനി. ബിസിനസ്സിലെ ലാഭവിഹിതവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് അഭിഷേകിനെ അർദ്ധരാത്രിയിൽ
മാരാരിക്കുളത്തെ ദേശീയപാതയിൽ വെച്ച് തടയുകയും തോക്ക് ചൂണ്ടി കൊലവിളി നടത്തുകയും ചെയ്തത്. കേസിൽ പ്രതികൾ പിടിയിലായെങ്കിലും യഥാർത്ഥ തോക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് വ്യാജ തോക്കാണെന്ന അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾ ഉപയോഗിച്ച തോക്ക് തേടി പാലക്കാട് ഉൾപ്പെടെ പോലീസ് പരിശോധന നടത്തി. ഏറെ വിവാദമായ ആലപ്പുഴയിലെ തോക്ക് കേസിൽ നിർണായക തുമ്പായ തോക്ക് തേടിയാണ് അന്വേഷണ സംഘം പരക്കം പായുന്നത്. പ്രതികളിൽ ഒരാളായ അനൂപ പരാതിക്കാരനും വ്യവസായിയുമായ അഭിഷേകുമായി ചേർന്ന് ചുള്ളിയാർ ഡാമിൽ നിന്ന് മണലെടുക്കുന്നതിനായി രൂപീകരിച്ച കമ്പനിയായ മാക്യുമൈൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഓഫീസിലായിരുന്നു റെയ്ഡ്. ആലപ്പുഴ കഞ്ഞിക്കുഴി സ്വദേശിയായ സാജുവിന്റെ പേരിലാണ് കമ്പനി നിലനിൽക്കുന്ന ഭൂമി പാട്ടത്തിനെടുത്തിരിക്കുന്നത്. മണലെടുപ്പിന് ലാഭവിഹിതവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് പ്രതികളായ അനൂപും മനോജും പങ്കാളിയായ അഭിഷേകിനെ മാരാരിക്കുളത്തെ ദേശീയപാതയിൽ വെച്ച് അർദ്ധരാത്രി തടയുകയും തോക്കു ചൂണ്ടി കൊലവിളി നടത്തുകയും ചെയ്തത്. പ്രതി അനൂപ് അഭിഷേകിന് നേരെ ചൂണ്ടിയ തോക്ക് വീട്ടിൽ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നായിരുന്നു അന്വേഷണ സംഘത്തിന് ആദ്യം മൊഴി നൽകിയത്. എന്നാൽ യഥാർത്ഥ തോക്കിന് പകരം എയർഗൺ വെച്ച് പോലീസിനെ കബളിപ്പിക്കുകയായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ആദ്യഘട്ട റെയ്ഡിൽ അനൂപിന്റെ വീട്ടിൽ നിന്ന് തോക്ക് കണ്ടെത്താൻ പോലീസിനായിരുന്നില്ല. കരുതിക്കൂട്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി അഭിഷേകിനെ ആക്രമിക്കാനായി എറണാകുളത്തു നിന്നും തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങൾ പ്രതികൾ കൊണ്ടുവന്നതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടി ആശാ ശരത്തിനെതിരായ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കൊട്ടാരക്കര പോലീസ് എടുത്ത വഞ്ചനാ കേസിലെ നടപടികളാണ് സ്റ്റേ ചെയ്തത്. ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ നടപടി കടുപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 32 കോടി രൂപയുടെ സ്വത്തുക്കൾ കൂടി ഇഡി മരവിപ്പിച്ചു. പട്ടാമ്പി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറെ ആക്രമിച്ച് 10 പവൻ സ്വർണ്ണമാല കവർന്ന കേസിലെ പ്രതി 2 വർഷത്തിനു ശേഷം പിടിയിൽ. വാടാനംകുറിശി സ്വദേശി സുബീഷിനെയാണ് ഭോപ്പാലിൽ നിന്നും പിടികൂടിയത്. കോഴിക്കോട് വടകരയിൽ എക്സൈസിനെയും പോലീസിനെയും മണിക്കൂറുകൾ വെട്ടിലാക്കി വ്യാജ തോക്ക്. ചെമ്മരത്തൂർ ടൗണിൽ റോഡരികിൽ യുവാവ് എയർഗൺ സുഹൃത്തിനെ കാണിക്കുന്നതിനിടയിൽ ശ്രദ്ധയിൽപ്പെട്ട എക്സൈസ് പിന്തുടരുകയായിരുന്നു. ഏറെ നേരം പിന്തുടർന്ന് യുവാവിനെ പിടികൂടിയതോടെയാണ് തോക്ക് എയർഗൺ ആണെന്ന് വ്യക്തമായത്. കോഴിക്കോട് പന്തീരങ്കാവ് ബെപ്കോ ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം മോഷ്ടിക്കാൻ ശ്രമം. ജീവനക്കാർ പിടികൂടിയെങ്കിലും യുവാവ് കുതറിയോടി രക്ഷപ്പെട്ടു. കോഴിക്കോട് മുക്കത്ത് 4.5 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. ബംഗാൾ സ്വദേശികളാണ് പിടിയിലായത്. കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുന്നവർ യാതൊരു ദയയും അർഹിക്കുന്നില്ല. അവർക്ക് കടുത്ത ശിക്ഷ തന്നെ വേണം. തിരുവനന്തപുരത്ത് ഖുർആൻ പഠിക്കാൻ പോയ 11കാരനെ പീഡിപ്പിച്ച കേസിൽ ഉസ്താദിന് 56 വർഷം കഠിന തടവ് ശിക്ഷ. തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി അബ്ദുൽ ജബ്ബാറിനെയാണ് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി ശിക്ഷിച്ചത്. 2020 ഒക്ടോബർ മാസത്തിനും 2021 ജനുവരിക്കും ഇടയ്ക്കാണ് കേസിനാസ്പദമായ സംഭവം. മൊബൈൽ ഫോണിൽ അശ്ലീല വീഡിയോ കാണിക്കുകയും പീഡിപ്പിക്കുകയുമായിരുന്നുവെന്നാണ് പരാതി. 11കാരനെ നിരന്തരമായി പീഡിപ്പിച്ച കേസിലെ പ്രതി യാതൊരു ദയയും അർഹിക്കുന്നില്ല എന്ന് കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നു. ഈ വിധി കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. എന്നതിനാൽ